ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. വിഷ്ണു മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. യുവി ഉറങ്ങി എണീറ്റ് അവിടെ ഇങ്ങനെ എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. കരച്ചിൽ കാത്തുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ ചെറിയ എഡിറ്റിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് റോസ് മോളുടെ ഒരു വിളി വന്ന് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന്. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഒന്ന് മര്യാദയ്ക്ക് പുറത്ത് പോയി ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ട് മെയിൻ കാര്യം കാലാവസ്ഥയായിരുന്നു കേട്ടോ. പുറത്ത് മഞ്ഞും ഭയങ്കര തണുപ്പും ഐസും നടന്നാ വീഴുന്ന പോലത്തെ റോഡും ഒക്കെ ആയിട്ട് തീരെ പുറത്തു പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട്, തണുപ്പുണ്ട് സ്റ്റിൽ. അപ്പം ഇന്നൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. യുവീനെയും കൂട്ടി ഞാനും റോസും കൂടെ ഓസ്ഡോർപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഓസ്ഡോർപ്ലെയിൻ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് പുതിയൊരു സ്ഥലമൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് ഓസ്ഡോർപ്ലെയിൻ എന്നായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് നെതർലൻഡ്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഓസ്ഡോർപ്ലെയിൻ എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം അറിയുന്ന ചെറിയൊരു സ്ഥലം തന്നെയാണ്. അപ്പം അങ്ങോട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇവനെയും കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒപ്പം പോകും. വിഷ്ണു ഒരു പ്രാവശ്യം നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് മോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വിഷ്ണു പിക്ക് ചെയ്യാൻ വന്നു എന്നുള്ളൊരു സീൻ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അന്ന് പിന്നെ അവൻ കുറച്ചും കൂടെ ചെറുതായിരുന്നല്ലോ. പാല് കുടിക്കുക ഉറങ്ങുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഇവനെയും കൊണ്ട് ഞാനും റോസും കൂടെ ഒന്ന് സെൻറ്ററും പോവുകയാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുത്തുകൊണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ചും കൂടെ വലുതായതിൻ്റെ ചെറിയ ചെറിയ ഹാൻഡ്ലിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എടുത്തിട്ട് ഇവൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയതുപോലെ തന്നെ ഇവനെയും കൊണ്ട് ഈസി ആയിട്ട് ഞാൻ പുറത്തു പോകാൻ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. എന്നാലാണ് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തെത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ഇവനെയും റോസിനെയും കൂട്ടി ഓസ്ഡോർപ്ലെയിനിലോട്ട് പോവുകയാണ്. ഒപ്പം നിങ്ങളും പോരും. ഓക്കെ, അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. യുവി ഇവിടെ എണീറ്റ് കിടക്കുകയാണ് കേട്ടോ. ഇത്ര ഹാപ്പി ആയിട്ട് എണീക്കുന്ന ഒരു കുട്ടിയാണല്ലോ ഇത്. എവിടെ യുവാപ്പി? എവിടെ? നമുക്കിന്ന് കടങ്ങാൻ പോവാം, പുറത്ത് കറങ്ങാൻ പോവാം, ടാറ്റ പോവാം. യുവി നമ്മുടെ ഒപ്പം കോപ്പറേറ്റ് ചെയ്യുമോ? ഇനി നമുക്ക് ഷോപ്പ് ചെയ്യാം. യുവിക്ക് ടോയ്സ് മേടിക്കാം. അമ്മയ്ക്ക് കുറച്ച് കാര്യമായിട്ടൊന്നും വാങ്ങിക്കുകയല്ല, എന്നാലും ചുമ്മാ നമുക്കൊരു വിൻഡോ ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ, പോവാം. എക്സൈറ്റഡ് ആണോ യുവി? എക്സൈറ്റഡ് ആണോ ഷോപ്പിങ്ങിന് പോവാൻ? പോവാ. ഒരു ചെറിയ നാണച്ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഞാൻ ഓൾറെഡി റെഡി ആക്കിയിട്ടാണ് ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഞാനും കൂടെ പോയിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മെല്ലെ ഇറങ്ങാം. അങ്ങനെ ഞാൻ റെഡിയായി, യുവിനെ റെഡിയാക്കി. ഞാൻ ഈ സാധനം ഇട്ടത് വലിയ ആവശ്യം ഉണ്ടായിട്ടല്ല കേട്ടോ. എൻ്റെ മുടി ഫുള്ള് ഭയങ്കര ഓയിലി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഭയങ്കര ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി ഇട്ടതാണ്. എന്തൊരു കഷ്ടപ്പാടല്ലേ ശരിക്കും പിള്ളേരെയും കൊണ്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. മുന്നേ അമ്മു ചേച്ചീനെയൊക്കെ എങ്ങോട്ടെങ്കിലും പോകുകയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്മു ചേച്ചി പറയും, പുറത്തേക്ക് ഇതെല്ലാം കൂടെ കെട്ടിപ്പെറുക്കി ഇറങ്ങുന്നതിനേക്കാൾ എളുപ്പം വീട്ടിലിരിക്കുകയെന്ന്. അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. മുന്നേ നമ്മൾ പുറത്ത് പോകാന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോവല്ലേ ചെയ്യുക. ഇത് ഡയപ്പർ ബാഗ്, അതിൻ്റെ ഉള്ളിൽ ഫോർമുല, വെള്ളം, ഹൈഡ്രോഫില്, ഡയപ്പർ, വെറ്റ് വൈപ്സ്, ടിഷ്യൂ, ഈ സാധനം ഫുള്ള് ഫില്ല് ചെയ്യണം. ഇവന് 2-3 ലെയർ ഡ്രസ്സ് ചെയ്യിക്കണം, കാർ സീറ്റ് എടുക്കണം, ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള പ്യൂരിയും കാര്യങ്ങളും എടുക്കണം. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഇതൊക്കെ വേദം വീട്ടിലിരിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കില്ല. കാരണം മടി പിടിച്ച് വീട്ടിലിരിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോകും. എനിക്ക് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ മോട്ടിവേഷൻ ശരിക്കും ദീപചേച്ചിയാണ്. ദീപചേച്ചി ശിവനി വെച്ച് ഞാനിവിടെ വന്ന സമയത്ത്, ഇപ്പോൾ ഒരുപാട് കഥ പറഞ്ഞല്ലേ, ലേറ്റ് ആവും. ഞാൻ വണ്ടി കയറിയിട്ട് ഈ കഥയൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്യാപ്പ് ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ യുവിൻ്റെ ജസ്റ്റ് ഇത് മാത്രമേ ഇടിച്ചുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ പെട്ടെന്ന് കാറ് കയറ്റിയിട്ട് നമ്മൾ റോസിൻ്റെ അവിടെ പോയി ഇറങ്ങല്ലേ. അത് കഴിഞ്ഞ് പുറത്ത് കറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ഫുൾ ജാക്കറ്റ് ഇടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചുട്ട് കയ്യാതെയോ കുട്ടിക്ക് അല്ലേ. തല തൊടാൻ പാടില്ല, ക്യാപ്പ് ഇടാൻ പാടില്ല, വേറെ എല്ലാം ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിട്ട് എൻ്റെ വിമർശനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയി കറങ്ങി അടിച്ചു പൊളിച്ചിട്ട് വരാം. ഓക്കെ, നല്ല വൃത്തിക്ക് പണിയെടുക്കണേ വന്നിട്ട്. ഓക്കെ, എവിടെ? ഏതാണ് ഈ തങ്കക്കുട്ടി? Who is this തങ്കക്കുട്ടി? ക്യാപ്പ് ഊരി തരണേന്. 1 മണിക്ക് ഇറങ്ങാൻ തുടങ്ങി. 1:30 ആകുമ്പോൾ നമുക്ക് വാതിൽ അടക്കില്ല. വാതിൽ പുറത്ത് നടച്ചാലേ പിന്നെ കീ അകത്താണെങ്കിൽ തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഒന്ന് ഇറങ്ങട്ടെ. എൻ്റെ പൊന്നോ, ഇതൊക്കെ ശബ്ദങ്ങളാ. അപ്പൊ നമുക്ക് പോയിട്ട് വരാട്ടോ. അത്യാവശ്യം മഴയുള്ള ദിവസമാണെന്ന്. അതുകൊണ്ട് നമ്മൾ വെതർ പ്രൊഡിക്ഷനിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു മഴ ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും ചെറിയ മഴയായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം കാരണം വിചാരിച്ചത്. പക്ഷെ ചെറിയ മഴയായിരുന്നില്ല. റോസിന്റെ അഡ്രസ്സ് നോക്കട്ടെ. അമ്മയും യുവിയും റോസും കൂടെ ഡേറ്റിലാണ്. ഡേറ്റ്
ഞാൻ ഇവനെ വെച്ചിട്ട് ഇങ്ങനെ ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണുവിനെ പിക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ. പക്ഷേ അതൊരു 15 മിനിറ്റ്, ഇതൊരു 20 മിനിറ്റ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന പോലത്തെ ഒരു തോന്നലില്ല. ഇടയ്ക്ക് ഞാൻ ഉറക്കെ സംസാരിക്കും ഞാൻ അവൻ്റെ അടുത്ത് യുവി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ കരയാണെങ്കിൽ ചെറുതായിട്ടും നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓക്കെ ആവും. ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് അറിയോ? ഞാനിവിടെ വന്ന സമയത്ത്, അതായത് 2019 ശിവിന് 1 വയസ്സാണേ. അതായത് ശിവ് ചെറിയ കുട്ടിയാണ്. അന്ന് ഞാൻ ദീപ ചേച്ചിയുടെ കണ്ടൊരു കാര്യമായിരുന്നു, ശിവ് ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ശിവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ ദീപ ചേച്ചി അങ്ങനെ പ്രത്യേക കാര്യങ്ങളൊന്നും മാറ്റി വെക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് ശിവ് ഉള്ളത് കാരണം ഞാനിവിടെ പോകുന്നില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദീപ ചേച്ചി എല്ലാ സ്ഥലത്തും പോവും, ഒപ്പം ശിവിനെ ഒപ്പം കൊണ്ടുപോകും. ചില സമയങ്ങളിൽ ദിവിൻ ചേട്ടൻ വീട്ടിലുണ്ടാവും. പക്ഷെ എന്നാലും അധികം ദീപ ചേച്ചി അവനെയും കൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് പുറത്തു പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ഇതൊരു മാതൃകയാക്കിയിട്ട് എടുക്കണം. കാരണം കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഓരോരോ റോളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്പേസിൽ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കുമല്ലോ. അന്നിങ്ങനെ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു, എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുറച്ചും കൂടെ അവനെയും കൊണ്ട് ഞാൻ തന്നെ പുറത്തു പോകും, ഞാൻ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ദീപ ചേച്ചി ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് ഞാൻ വിചാരിച്ചിരുന്ന കാര്യമായിരുന്നു. പക്ഷെ ഇവൻ ഉണ്ടായതിനു ശേഷമാണ് ആ ഒരു പോക്ക് എത്ര ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ തോന്നുന്നത് കേട്ടോ. അത്ര ഈസി അല്ല. നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവേണ്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, പുറത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പോണ്ടാന്ന് തോന്നും. പക്ഷെ അതൊരു ഇനീഷ്യൽ ബ്ലോക്ക് ആണെന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയി തീരുമല്ലോ. ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനും വിഷ്ണുവും അധികം ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയിരുന്ന ആൾക്കാരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് പോവുക. അപ്പൊ അതൊക്കെ നമ്മള് ഒരു കുട്ടി ഉണ്ടായി എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ലേറ്റർ നമ്മളൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയാണോ എന്ന് നമുക്ക് രണ്ടുപേർക്കും തോന്നി തുടങ്ങി. അപ്പൊ അതെങ്ങനെ ഇവന്റെ റുട്ടീൻ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കും ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ ഒരു ഡയപ്പർ ബാഗ് എപ്പോഴും റെഡി ആയിരിക്കും. പോവാൻ നേരത്തെ അത് പാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം ഉണ്ടാവാറില്ല. അത് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫോർമുല കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കും. വെള്ളത്തിന്റെ ബോട്ടിൽ മാത്രം എടുത്ത് വെക്കുന്ന രീതിയിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് നമ്മൾ വാട്ടർ ബോട്ടിലും പാസിഫയേഴ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഒരു ഡ്രസ്സ് അതിൽ എക്സ്ട്രാ വെക്കും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അവിടെ പോവുകയാണെങ്കിലും ഇവൻ ഉറങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവൻ ഉറക്കും. പിന്നെ തിരിച്ച് കാർ സീറ്റിൽ വന്ന് ഇവിടെ കിടത്തി വെക്കുമ്പോൾ അവൻ്റെ സ്ലീപ്പ് പാറ്റേൺ ഒന്നും ഡിസ്റ്റർബ് ആവുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ലോകത്തിൽ ആദ്യമായിട്ടുണ്ടായ കുട്ടി യുവാനും അല്ല, ആദ്യമായിട്ട് പേരൻസ് അയാൾക്കൊരു ഞാനും വിഷ്ണുവല്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതൊരു പുതിയ കാര്യമാണ്. എങ്ങനെ ഇത് ടാക്കിൾ ചെയ്തെടുക്കാം എന്നുള്ളതൊരു പുതിയ കാര്യം തന്നെയാണ്. ഓരോ ആൾക്കാർക്കും ഓരോ പേരൻസിനും അങ്ങനെ ആയിരിക്കും തന്നെ കേട്ടോ എനിക്ക് തോന്നണം. അപ്പം ഇനി ഞാൻ കൂടുതൽ വാചകം അടിച്ച് ഡ്രൈവിംഗ് ബോറാക്കത്തില്ല. നമ്മളൊരു 12 മിനിറ്റിൽ റോസിൻ്റെ അവിടെ എത്തും. ഞാൻ ഇത്ര നേരം വർത്താനം പറഞ്ഞു വെക്കുമ്പോൾ ഒരു ഗുണം കൂടെ ഉണ്ട്. കാരണം എൻ്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ യുവിക്ക് അത്യാവശ്യം ആരെങ്കിലുമൊക്കെ ചുറ്റുമുണ്ട് എന്നുള്ളൊരു തോന്നലും കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ അവ നോക്കുമ്പോൾ ആരെയും കാണില്ലല്ലോ. അല്ലെങ്കിൽ വിഷ്ണു ഡ്രൈവ് ചെയ്യണ സമയത്ത് ഞാൻ ബാക്ക് സീറ്റിലല്ലേ ഇരിക്കാറ്. ഇപ്പം ആ ശീലങ്ങളൊക്കെ നമ്മൾ കുറച്ചിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർത്താനം പറച്ചിലിന് ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ റോസിനോട് വരുമ്പോൾ ഇച്ചിരി സാമ്പാർ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മീൽ പ്രപ്പിൻ്റെ ഭാഗമായിട്ട് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായി ഇറങ്ങാൻ. സത്യം പറഞ്ഞപ്പോൾ എനിക്ക് വർത്താനം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് അവനോട് നല്ല രീതിയിൽ തന്നെ വർത്താനം പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കണ്ടല്ലോ. ഹേ യുവി, യുവി ഉടങ്ങിയോ? നമ്മളങ്ങനെ റോസിൻ്റെ അവിടെ എത്തി. മഴ ചെറിയൊരു കുറവുണ്ട് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇവനെ ഒന്ന് എടുത്ത് അകത്ത് പോട്ടെ, ബാക്കി സാധനങ്ങൾ പിന്നെ എടുക്കാം. ഹലോ റോസ്മോൾ. ഹായ്. എന്തൊരു കംപ്ലൈന്റ് പറയാൻ വന്നാണല്ലോ സമയത്ത്. ഹലോ, സമയത്ത് തന്നിട്ടാണോ? വിനി എന്നെ ഒരു സാധനം പഠിപ്പിച്ചു തരുമായിരുന്നു. കറക്റ്റ് വന്ന ഫ്ലോ പോയി അവനകത്താക്കി. ഉറക്കത്തുന്നോ? ഓ അത് കുഴപ്പമില്ല. നമ്മൾ വീണ്ടും റോസിന്റെ കിച്ചണിലെത്തിയിരിക്കുകയാണ്. നീ എന്താ എന്നോട് സാമ്പാർ കൊണ്ടുവരാൻ പറഞ്ഞ്? സാമ്പാർ ഇനിയല്ലോ ഇന്ന് രാത്രി വല്ലോ ദോശയും ഗോതമ്പ് ദോശയും സാമ്പാറൊക്കെ കഴിച്ചു. ഇവിടെ നമുക്ക് എന്താണ് ബട്ടർ ഗാർലിക് ലെമൺ സാമൺ പിന്നെ കോൺ റൈസ്. നമ്മുടെ ഹെൽത്തി റെസിപ്പി. ഓ സീരീസ് നടക്കുകയാണല്ലോ അല്ലേ? തട്ടിക്കൂട്ടി റോസിന് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. യമി ഗ്രിൽസ് അല്ലേ? ഒരു പൊളിക്കും നമ്മള്. ഇതാരാ? നീ ഇപ്പൊ ഇതിക്ക് നോക്കിയപ്പോഴേ ശരിക്കും മറ്റേ ഗ്രേസ് ആന്റണി
ഞാൻ എന്നിട്ട് നമ്മൾ റോസിനോട് ഇപ്പൊ കുറേ കമന്റ്സ് വരാറുണ്ട് ഗ്രേസ് ആന്റണിനെ പോലെ ഉണ്ടെന്ന് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചേ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഗ്രേസ് ആന്റണി ഇപ്പൊ അടുത്ത് ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നമ്മള് ഇതിലെ വൈറ്റ് സോസ് ഉണ്ടാക്കിയത് സാധാരണ നമ്മള് മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ അല്ലേ ഇടുന്നേ. നമ്മള് ഹെൽത്തി ആക്കാൻ വേണ്ടിട്ട് നമ്മള് ഓട്സ് പൊടി ഇട്ടത്. ഓ വാവ്. പക്ഷെ ടേസ്റ്റ് ഡിഫറൻസ് ഇല്ല, അതുപോലെ തന്നെ ഉണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ചെറുതായിട്ട് ഡയറ്റിങ്ങും പിന്നെ നന്നായിട്ട് വർക്ക്ഔട്ടും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് അല്ല കേട്ടോ എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശം നന്നായിട്ട് ഫിറ്റ് ആവുക എന്നുള്ളതാണ്. അതായത് ബോഡിയിൽ നമുക്ക് അങ്ങനെ ക്ഷീണം തോന്നാത്ത രീതിയിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ, നല്ല വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്ത് നല്ല മസിൽ മാസ് ഒക്കെ കൂട്ടി നല്ല അടിപൊളിയാവും എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യൂല എന്തായാലും. അപ്പൊ ഇപ്പഴേ ഞാൻ വെയിറ്റ് കുറഞ്ഞു. 3 ആഴ്ചയിൽ ഞാൻ ഓൾമോസ്റ്റ് 2 കിലോന്റെ അടുത്ത് കുറഞ്ഞു. നല്ലതല്ലേ? എന്റെ ഉദ്ദേശം വെയിറ്റ് ലോസ് ആട്ടോ. എനിക്ക് ആദ്യം അതായിരുന്നു ഉദ്ദേശം. പിന്നെ അത് എപ്പോഴോ വഴിമാറി പോയിട്ട് അതൊരു. പക്ഷെ ഇപ്പൊ റോസും ഭയങ്കര ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് ഉച്ചയ്ക്കും മറ്റേ സാമൺ ഗ്രില്ലും കോൺ റൈസും ഒക്കെയാണ് കഴിക്കുന്നത്. പണ്ട് എന്താ ചോറും മീൻകറിയും മോരറിയും ഇട്ട് കുഴച്ച് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര കഴിക്കുമ്പോൾ നമുക്ക് ഈ അച്ചാറില്ലെങ്കിൽ കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് റൈസൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. വേണ്ടത് എന്തോ വേണമല്ലോ. ഹലോ ഉബി. മൈൻക്രാഫ്റ്റിന് വേണോ? ഹലോ ഉബി. ഉബി എണീറ്റ് കേട്ടോ. നമുക്ക് ഇനി ഉബിക്ക് ലഞ്ചും കൂടെ കൊടുത്ത് നമുക്ക് ഇറങ്ങല്ലേ? യെസ്. കട എടുക്കുന്നതിന് മുമ്പെങ്കിലും പോകട്ടോ. വീണ്ടും ഉറക്കം വരുവാണോ? അച്ഛോ, ഇന്ന് കട കൂടുതൽ നേരം ഉണ്ട്. ഇന്ന് തേഴ്സ്ഡേ അല്ലേ? യുവിക്ക് ലഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇത് മിക്സ് ആണ് കേട്ടോ. 3 വെജിറ്റബിൾസ്, അതായത് സ്വീറ്റ് പൊട്ടറ്റോ, പംകിൻ, ക്യാരറ്റ്. ആദ്യം നമ്മൾ 1 വെച്ചിട്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ടേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്വീറ്റ് പൊട്ടറ്റോ ചെറിയൊരു സ്പൂൺ, പിന്നെ പംകിൻ 1 സ്പൂൺ, ക്യാരറ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ ഇത് കൊടുത്തു തുടങ്ങുന്ന സമയത്ത്, സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആദ്യം നമ്മളിങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഇല്ലാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അല്ലേ, അവക്കാഡോ പോലത്തെയൊക്കെ, അതാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഭയങ്കര ഇൻട്രസ്റ്റോടെ കഴിക്കുമായിരുന്നു. കാരണം വേറെ ടേസ്റ്റ് ഒന്നും അധികം അറിയില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് ആദ്യം നമ്മൾ മധുരമുള്ള സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ലേറ്റർ ഇങ്ങനത്തെ കാര്യങ്ങളുള്ള താല്പര്യം കുറയും. അതുകൊണ്ട് ആദ്യം അങ്ങനത്തെ ടേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് അവർക്ക് കഴിക്കാൻ പറ്റും എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പിന്നെ മധുരമുള്ള ഇങ്ങനത്തെ സ്വീറ്റ് പൊട്ടറ്റോ പോലുള്ള സാധനങ്ങൾ കൊടുത്താൽ മതിയെന്ന്. പിന്നെ ഇന്നലെയാണ് ഞാൻ കുറുക്ക് കൊടുത്തു തുടങ്ങി. ഇന്നലെ കുറുക്ക് കൊടുത്തു റോസ്. എന്താ കൊടുത്ത? ഇങ്ങനെ നവധാന്യങ്ങളുടെ ഇത് അതിൽ ഞാൻ പഴം ചേർത്ത് അടിച്ചിട്ട്, പശുപാല് കൊടുത്തില്ല, അത് ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കുറുക്കിയെടുത്ത്, കുറച്ചല്ലേ വേണ്ടു, പിന്നെ പഴം ചേർത്ത് അടിച്ചു, അല്ലെങ്കിൽ ആപ്പിള് വേവിച്ചിട്ട് അത് ചേർത്ത് അടിച്ചിട്ടും കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടം. അത് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നതാണ്. ദീപ ചേച്ചിയുടെ മേമ ഇങ്ങനെ ആയുർവേദിക് ആയിട്ടുള്ള സാധനങ്ങൾ, ആയുർവേദം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഇവരുടെ കുറുക്കിന്റെ പൊടി, പിന്നെ അതേപോലെ ചാമ, മില്ലറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവര് ഭയങ്കര പ്യുവർ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അത് ദീപ ചേച്ചിയുടെ അടുത്ത് ഒരു പാക്കറ്റ് ഇരിക്കണ്ടായിരുന്നു, ഹോം മെയ്ഡ് കൊടുത്ത. അതാവുമ്പോ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാലോ. അവിടെ എണീറ്റ് ഓടണം. തരുമോന്ന് ചോദിക്കുക. അതെ, ഇന്നിപ്പോ വലിയ താല്പര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം പാല് കുടിച്ചിട്ട് അധികം നേരമായിട്ടില്ല. റോങ് സമയത്ത് കുറച്ച് പാല് കൊടുക്കേണ്ടി വന്നു. നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് കുറയ്ക്കണം എന്ന് പറയട്ടോ. ബ്രസ്റ്റ് മിൽക്കിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് ഫോർമുല കുറയ്ക്കാൻ പറഞ്ഞു. കാരണം കാൽഷ്യം കൂടുതൽ കഴിക്കുമ്പോൾ ഇവർക്ക് വിശപ്പ് ശമിക്കുന്നു. അപ്പോൾ സോളിഡ്സ് 3 നേരം കൊടുത്തു തുടങ്ങുമ്പോൾ സോളിഡ്സിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയിട്ട് പാല് ഇന്റർവെൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സജഷൻ പറഞ്ഞായിരുന്നു. കഴിച്ചോക്കൂ, കഴിച്ചോക്കൂ. യമ്മി പാപ്പാണത് അല്ലേ? ഇഷ്ടായി. യമ്മി പാപ്പാണ്. യമ്മി കണ്ടോ? അത് ഫുള്ള് കംപ്ലീറ്റ് ആയില്ലേ ഓർക്കും. നമുക്കിപ്പോ കാർ കയറിയിട്ട് ഇറങ്ങാം കേട്ടോ. ഇത് പെട്ടെന്ന് കഴിക്കുന്നു, നമ്മൾ ഇറങ്ങുന്നു. മൂവി റെഡി, റോസ് റെഡി. നമുക്ക് ചില പേര് വിളിച്ച് ഒരു പേരായി പോയില്ലേ. എനിക്ക് യുവി ഇപ്പൊ ഉബി ആയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ മാറ്റാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക യുവിന്ന്. ഇപ്പൊ യുവി പോവാം. ജിമ്മിലൊക്കെ പോകണ്ട. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ കാർ സീറ്റിന്. യെസ്. അപ്പൊ ഞങ്ങൾ പോകുന്നു, പോയിട്ട് വരുന്നു. എനിക്കൊരു ചെറിയ ടെൻഷനുള്ള കാര്യം എന്താണെന്നറിയോ? എന്താ? ഇതിന്റെ വീൽസ് ഇല്ലേ, റോളറിന്റെ, അതെനിക്ക് നിവർത്താൻ എനിക്കറിയാം, അടയ്ക്കാൻ കുറച്ച് ടഫാ. ചിലപ്പോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം.
ടിഫിൻ എടുക്കാമല്ലേ? ഇച്ചിരി ടിഫിനും കൂടെ കഴിക്കാൻ. ഹെൽത്തി ആയിട്ട് കുറച്ച് വാട്ടർമെലനോ ഫ്രൂട്ട്സ് ഒക്കെ. നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ഇങ്ങനെ 3 നേരം കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ കുറവാണ്. അധികം ഒരു നേരം നമ്മൾ എഗ്ഗൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റോ. പക്ഷെ റോസ്മോളൊക്കെ ഞാൻ ഇതൊക്കെ മാറി. അതൊക്കെ ഒരു കാലം രാവിലെ ഞാൻ എങ്ങോട്ടാ പോണ മാപ്പിട്ടില്ല. 31 മിനിറ്റ് ആണ് നമുക്ക് ഇവിടുന്ന് ഓസോർ പ്ലെയിനിലോട്ട് പോവാം. റോങ് സൈഡാണ് നിർത്തിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ വിഷു കഴിച്ച് വാട്ടർമെലൻ സ്മൂത്തി. വാട്ടർമെലൺ സ്മൂത്തി ഒന്നുമില്ല, വാട്ടർമെലനും ഹണിയും കുറച്ച് നട്ട്സും പാലും. വാട്ടർമെലൺ ഇപ്പൊ കിട്ടുന്നുണ്ട് ഈ സീസണിൽ ഫുള്ളായിട്ട്. ആണോ? ഞാൻ ഇവന് വാട്ടർമെലൺ നല്ലതായിരിക്കും. റോസ് ഒരു എന്താണ് ഫ്രൂട്ട് നിബ്ലർ അല്ലേ? ഫ്രൂട്ട് നിബ്ലർ വാങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുണിയുടെ ആയിപ്പോയി. അപ്പൊ ഒരുമാതിരി ഇങ്ങനെ കുഴഞ്ഞു കടിക്കാൻ അവന് തന്നെ രസം തോന്നുന്നില്ല. ആകെ ഇങ്ങനെ ഞൗന്നിരിക്കുന്നു. അതായത് ആ ഫ്രൂട്ട്സ് ഇടുന്ന ഭാഗം തുണിയുടെ, അതിനേക്കാൾ എന്തുകൊണ്ടും അപ്പൊ അത് ഈ നമ്മള് വാഷ് ചെയ്ത് അത് ഊരിട്ട് നമുക്ക് വാഷ് ചെയ്യണം. ഈ തുണി കഴുകുന്ന പോലെ തുണി കഴുകണം. പക്ഷെ കുഞ്ഞ് എത്ര പീസ് എത്ര വില ഉണ്ടാവും. അങ്ങനെ സ്നോയി ഡേയ്സ് റോസിന് 2-3 ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. അല്ല ഭയങ്കര ഭംഗിയായിരുന്നല്ലോ കാണാൻ. സ്റ്റാർട്ടിങ്ങില് കുറച്ചായിട്ട് വന്നു, അത് കഴിഞ്ഞ് 2ാമത്തെ 3ാമത്തെ ദിവസം ഭയങ്കര തിക്കായിട്ടായല്ലോ. അപ്പൊ ഭയങ്കര രസമല്ലായിരുന്നോ? അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ, പ്രത്യേകിച്ച് ജോലിക്ക് പോണ ടൈമില് ഭയങ്കര പാടായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ തെന്നാൻ തുടങ്ങൂലോ ആ ടൈം ആയപ്പോഴത്തേക്കും. എന്നിട്ട് വിന്റർ ബൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴോ അപ്പോഴത്തേക്ക് സ്നോ പോയി. ഇവിടെ കഴിഞ്ഞ 16 കൊല്ലത്തില് ഡ്രസ്സിന്റെ കണ്ടോ, കഴിഞ്ഞ 16 കൊല്ലത്തില് ഇത്ര കട്ടിക്ക് സ്നോ വരുന്നത് ഈ വർഷമാണ്. 2010 എന്തോ വന്നിട്ടുണ്ടോ നിൽക്കാൻ പറയുന്നുണ്ടായി. അങ്ങനെ ഇപ്പൊ തൽക്കാലം ഞാനിത് അടക്കട്ടെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതിന് മുന്നേ ഓസ്ഡോർ പ്ലെയിനെ പറ്റിയിട്ടൊന്ന് പറയാം കേട്ടോ. ഓസ്ഡോർ പ്ലെയിൻ എനിക്കും വിഷ്ണുവിനും വളരെയധികം ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് ഓസ്ഡോർ പ്ലെയിൻ. ഞങ്ങൾ 2019 വന്നിട്ട് ആദ്യമായിട്ട് അപ്പാർട്ട്മെന്റ് എടുത്തത് ഓസ്ഡോർ പ്ലെയിനിലായിരുന്നു. ഒരു കുട്ടി അപ്പാർട്ട്മെന്റ്. അന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ചെറിയൊരു അപ്പാർട്ട്മെന്റ്, ഒരു ഹാള്, ഒരു ബെഡ്റൂം, കിച്ചണും ഡൈനിങ് സ്പേസും കൂടെ അടുത്തായിട്ടുള്ളത്, ഒരു ബാത്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു കുഞ്ഞ് സ്പേസ്. കുറച്ച് പഴയ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. കാരണം ഇനീഷ്യലി നമുക്ക് അത്രയൊക്കെയല്ല റെന്റ് നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് വിഷ്ണു മാത്രമാണ് ഏണിംഗ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടി അപ്പാർട്ട്മെന്റ് ആയിരുന്നു. പക്ഷെ നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മളിവിടെ ലൈഫ് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സമയമായിരുന്നല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിക്കും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ മുന്നത്തെ ലൈഫിൽ നിന്നൊരു വ്യത്യാസമൊക്കെ ആയിട്ട് നല്ലൊരു ടൈമായിരുന്നു അത്. ആ സമയത്ത് വിഷ്ണു ഓഫീസിൽ പോയിരുന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. എനിക്ക് ആകെ അന്ന് ചെയ്യാനുള്ള കുറേ ജോലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, എൻ്റെ അതിൻ്റെ റിജക്ഷനൊക്കെ വായിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു 11-11:30 ആയി കഴിഞ്ഞാൽ ഓസ്ഡോർ പ്ലെയിനിൽ നടക്കാൻ വേണ്ടി പോകും. അന്ന് ഒരുപാട് ഷോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം വിഷ്ണുവിൻ്റെ സാലറി മാത്രമേ അന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു 5-10 യൂറോക്കുള്ള എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് നടന്ന് തിരിച്ചു വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇനീഷ്യൽ മെമ്മറീസ് എന്ന് നമുക്ക് ഗുഡ് മെമ്മറീസ് ആയിരിക്കുമല്ലോ. അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ബിൽഡ് ചെയ്തത്. ഞാനും വിഷ്ണു വർക്ക് ചെയ്തിട്ട് ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല കുറച്ച് ഓർമ്മകളുള്ള സ്ഥലങ്ങളാണ് കുറേ കടകളും. അതായത് ഞാൻ ആ ഫ്ലാറ്റിന്റെ ഏരിയയിലും കൂടെ കൊണ്ടുപോകട്ടോ. ഫ്ലാറ്റിന്റെ അകം കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇതിന്റെ അകത്തൊരു എന്തെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് ഇതായിരുന്നു എന്നുണ്ട്. പിന്നെ കൊറോണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലിനിക്കലി ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ വീടിനോടൊരു വെറുപ്പ് വന്നു. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഒരു തോന്നല്. അങ്ങനെയാണ് നമ്മൾ ആംസ്റ്റർഡാമിലുള്ള മറ്റേ അപ്പാർട്ട്മെന്റിലോട്ട് മാറുന്നത്. പ്രതും ഗീതവും നിന്നിരുന്ന അപ്പാർട്ട്മെന്റിൽ അങ്ങോട്ട് മാറുന്നത്. അവിടെ കുറച്ച് വെട്ടും വെളിച്ചമൊക്കെ ഉള്ളൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ ഓസ്ഡോർ പ്ലെയിൻ കൂടുതലൊരു കുറച്ചും കൂടെ ആ ഏരിയയിൽ നമ്മൾ ആംസ്റ്റർഡാം പറയില്ലേ, അവിടെ ഇന്ത്യൻസ് ആണ് കൂടുതൽ. ഡച്ച് ആൾക്കാർ ആ സ്ഥലത്തിന് മിനി ബോംബെ എന്നാ പറയാം. അതേപോലെ ഈ ഓസ്ഡോർ പ്ലെയിൻ, ഓസ്ഡോർപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതൽ ടർക്കി ആൾക്കാരാണുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ടർക്കിഷ് കൾച്ചർ വരുന്ന ഒരു സ്ഥലം കൂടെയാണ് അവിടെ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, മാർക്കറ്റ്സും കാര്യങ്ങളും അങ്ങനത്തെ ടർക്കി കടകൾ, സാധനങ്ങൾ വില കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടുന്ന കടകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. റോസിന് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു റോസ് മീൻ വാങ്ങി അത്രക്കൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞു. നല്ലൊരു എന്താ ഫിഷ് കിട്ടുന്ന ഒരു
അവിടെ നമുക്ക് മോസ്റ്റ്ലി എല്ലാ ഫിഷസും കിട്ടും. അപ്പൊ അങ്ങനെ പിന്നെ അവിടെ 1-2 ടർക്കി പാത്രങ്ങൾ, ഭംഗിയുള്ള ടർക്കി പാത്രങ്ങൾ, അങ്ങനത്തെ ഒരു കട അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് കുറച്ചായി, എന്റെ 1-1.5 കൊല്ലമായിട്ടുണ്ടായിരുന്നു പോയിട്ട്. മീൻ വാങ്ങിക്കാൻ ഇടയ്ക്ക് പോകാറുണ്ട്. യുവി എന്താ പറയണ്ടല്ലോ, ഉറങ്ങിയിട്ടില്ല യുവി, നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ വിവരിച്ച് ഓസ്ലോർപ്ലെയിനെ നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. നമ്മളങ്ങനെ ഓസ്ഡോർപ്പിൽ എത്തിയിട്ടോ. അവിടെ കണ്ടോ ഒരു 3-4 അപ്പാർട്ട്മെന്റ്സ് ഒരുമിച്ച് നിൽക്കുന്ന കണ്ടോ? അതിലുള്ള ആ നടുവിലെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു എന്റെ അപ്പാർട്ട്മെന്റ്. അതിന്റെ താഴത്തുനിന്നുള്ള റോഡിലും ചെറിയ ചെറിയ വഴികളിലും പാർക്കിലും ഒക്കെയാണ് ഞാൻ അന്നത്തെ എന്റെ ടിക്ടോക്ക് ദിനങ്ങൾ ആസ്വദിച്ചിരുന്നത്. അപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരുന്നല്ലോ. ശരിയാ. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറന്റും ഉണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക് നമ്മള് വരുമായിരുന്നു. ഈ ഒരു ടർക്കിഷ് ഫുഡ് ആണോ തോന്നുന്നു. ഇവിടെ ടർക്കിഷ് മാത്രമല്ല കേട്ടോ, മൊറോക്കോ എന്നുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ കുറെ. പിന്നെ ഈ ഒരു റിവർ കണ്ടോ, ഈ റിവറിന് ചുറ്റും ഒരു റൗണ്ട് ഉണ്ട്. ഇപ്പൊ ഇത് ചുറ്റും ഒരു 10 കിലോമീറ്റേഴ്സിന് അടുത്താ വരിക. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, ഓട്ടത്തിന് പോവുക, അതിനൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങി. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഓടി തുടങ്ങിയ ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഏരിയ. കണ്ടോടാ, കണ്ടോടാ പറയുമ്പോ ഒരുപാട് കൊല്ലം മുന്നേക്ക് കയറണ പോലെ, ഒരു 7 കൊല്ലം അങ്ങനത്തെ കാര്യം കേട്ടോ. പക്ഷേ ടൈം ഫ്ലൈസ്. ഓൾ സെറ്റ്. നമ്മളങ്ങനെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സ്ട്രോളർ സെറ്റ് ചെയ്തു. ഇവരെയും കൊണ്ട് നമ്മളിനി ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. എന്നെ കാണണ്ടല്ലോ, ഈ പഴയ കാലത്ത് ഓരോ സീരിയൽ പരസ്യത്തിലൊക്കെ ചില ആൾക്കാരുണ്ടാവില്ല ഇങ്ങനെ ബാൻഡ് ഇട്ടിട്ട് അല്ലേ, അങ്ങനെ ഒരു ചായ. ഒരു 6 കൊല്ലം മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു സ്ട്രീറ്റ് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ആദ്യം നമ്മൾ റോസിന് ഇഷ്ടമുള്ള ഒരു കടയിലോട്ടാണ് പോണേ കേട്ടോ. ഇത് കുറേ നമുക്കിവിടെ പാത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പുറത്ത്. അത് എൻട്രൻസ്. ഒരു പൊളിക്കും. എനിക്കെപ്പോഴും റോസ് ഇങ്ങനെ പാത്രങ്ങളുടെ കടയിൽ വരുമ്പോൾ അധികം എനിക്ക് ബിന്ദു പണിക്കർ മറ്റേ ഇതിലില്ലേ CID മൂസ, എല്ലാരും പറയാറില്ലേ എൻ്റെ അടുത്ത് ആ ഒരു ചായ തോന്നുന്നു. ഒരു ടർക്കി കടയിൽ വന്നിട്ട് സാധനങ്ങൾക്ക് ടർക്കിഷ് വൈബ് ആണെന്നുള്ള കാര്യം. അതാരും മാറിയുടെ കൊണ്ടുവച്ചതാട്ടോ. അതോ ഇനി മറ്റേ ജ്വല്ലറീസിന്റെ ട്രേ ആണോ അതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസമുണ്ട് കേട്ടോ ഈ ട്രേ ഇല്ലേ. എനിക്ക് എൻ്റെ ടീ, ഷുഗർ, കോഫി ഒന്ന് മാറ്റണം എന്നുണ്ട്. പക്ഷെ ഈ വൈറ്റ് കളർ നമ്മുടെ കിച്ചണിലോട്ട് അത്ര അങ്ങോട്ട് ചേരുമോ? എനിക്കും റോസിനൊരു തോന്നില്ല അത്ര ചേരില്ല എന്ന് അല്ലേ. ഈ റോസിനെ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ പാത്രങ്ങളുടെ കടയിൽ കൊണ്ടുപോയാണ്ടല്ലോ എല്ലാരും പറയണ കാര്യമാണ് CID മൂസയിലെ ബിന്ദു പണിക്കരെ പോലെയാണ്. അയ്യോ അത് നോക്കൂ, ഒന്നാ ശബ്ദം ഉണ്ടാക്കോ റോസ്? ഇല്ല, നല്ല രസമുള്ള പാത്രം. ഭയങ്കര റേറ്റ് കുറവ്, 5 യൂറോ ഉള്ളൂ. ഇത് ഉപ്പിലിട്ട് വെക്കാനല്ലേ പാത്രം. ഇത് ഭയങ്കര ടൈറ്റ്, അടിപൊളി ഷോപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ കുറെ ഓപ്ഷൻസ് ഉണ്ട്, എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനാ. അതെ, ഇങ്ങോട്ട് നോക്കി കൊള്ളാട്ടോ, നല്ല ഷോപ്പാണ്. പിന്നെ അയ്യോ എന്താണ് ഓർക്കത്തില്ല. പിന്നെ റോസിന്റെ അത്ര എനിക്ക് ഇതിനോട് അത്ര താല്പര്യമില്ലാത്തത് കാരണം ഞാൻ സ്റ്റിൽ കൺട്രോളിലാണ്. കുറച്ച് മാത്രം സെർവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ എൻ്റെ ബ്രെയിൻ അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ. ഇങ്ങനെ വലിയ മൊന്ത പാത്രങ്ങളാണ് കണ്ടെടുക്കാൻ തോന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവിടെ പറയാം നമുക്ക് അച്ചാറൊക്കെ സെർവ് ചെയ്യാൻ നല്ലതല്ലേ, ഇച്ചിരി അതിലിടാൻ പ്ലേറ്റിലിട്ടാ പോരെ. ഇപ്പൊ നിങ്ങളൊക്കെ വരുമ്പോ ഐഷു മാത്രം അച്ചാർ കഴിക്കുള്ളൂ. അപ്പൊ ഐഷുന് മാത്രം വലിയ ഇതില് സെർവ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഇതില് സെർവ് ചെയ്യാൻ അതന്നെ, പ്ലേറ്റിന്റെ സൈഡിൽ കുറച്ച് സ്ഥലം. എന്നാലും ലുക്കില്ലല്ലോ അല്ലേ. ഇതില് കുറെ ഓപ്ഷൻ ഉണ്ട്. കടയ്ക്ക് മുന്നേയും ഈ ഒരു വൈബ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര അടിപൊളി കടയാന്ന് തോന്നും. ഞാനിപ്പോൾ വരുമ്പോഴും ഇവൾക്ക് ഭയങ്കര ഹൈപ്പ് കൊടുത്തായിരുന്നു ഈ കടയ്ക്ക്. വന്നോടനെ ഇഷ്ടപ്പെട്ടില്ലേ? വന്ന ഉടനെ ഇഷ്ടപ്പെട്ടു. തുടക്കത്തിൽ കണ്ടൊക്കെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കണ്ടിട്ട് ഒന്നും മേടിക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല. അതന്നെ, കാണുമ്പോൾ സാധനങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷെ വാങ്ങിക്കേണ്ട ഒരു ഫീലിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അതാണ് റോസ് എടുത്തത്. പിന്നെ ഞാൻ ഈ ഒരു ഓയിൽ ഡിസ്പെൻസറും. ഇതാണ് ഇവിടുത്തെ ഒരു സ്ക്വയർ കേട്ടോ. ഇതിന് ചുറ്റും നമുക്ക് വേണ്ട കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി എങ്ങോട്ടോ പോകണം. ഇവിടെ സെനോക്സ് ഉണ്ടോ? ഇതാ TK Maxx. TK Maxx പോകാനായിരുന്നു റോസിന് ആഗ്രഹം. അപ്പൊ TK Maxx പോട്ടെ. ക്യൂട്ടല്ലേ? ഇല്ലേ? ഇതൊക്കെ ബുക്കാ നോക്കണേ. ഷോപ്പിംഗ് ലിസ്റ്റ് ഒരു 3 വെച്ചെടുക്കാന്ന്. എന്തെന്റെ പേജ് എന്ന് അറിയാൻ ഒരു ആഗ്രഹം. പക്ഷെ ഇതെങ്ങനെ എന്താന്ന് അറിയാതെ വാങ്ങിക്കുക.
ഇതിലൊന്നുമില്ല ഇഷ്യൂ, വെറുതെ വെറുതെ നോട്ട്സാ. ആണോ? നന്നായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഡയറ്റിലായോണ്ട് ഇതില്ല, അതുകൊണ്ട് ചെന്നിട്ട് ഞാനൊരു ഗീ കേക്ക് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗീ കേക്ക് ഉണ്ടാക്കാം. ഗീ ഹെൽത്തി ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഗീ വെച്ചിട്ടുള്ള കേക്ക്. ഏതാ പ്ലേറ്റ് മറിക്കല്ലോ. എനിക്ക് കെട്ടങ്ങോട്ടത്ര ശരിയായി തോന്നുന്നില്ല. ആരുടെയൊക്കെയോ ചായ തോന്നുന്നു എനിക്ക്. ഈ മുടി കണ്ടോ, കുളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതാവും, അതുകൊണ്ടാണ് വെക്കുന്നത്. എണീറ്റു, നമ്മള് ജാക്കറ്റ് ഒക്കെ ഒന്ന് മാറ്റി. ഉവിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടുന്ന കാര്യം എന്താണെന്നറിയോ? ഇവിടെ കണ്ണ്. യുവിക്ക് വിഷ്ണുവിന്റെ അതേ കണ്ണാണ്, പക്ഷെ വിഷ്ണുവിന്റെ മുഖത്ത് ആ കണ്ണത്ര ശ്രദ്ധിക്കുന്നില്ല തോന്നുന്നു. ചെറിയ മുഖമാകുമ്പോഴേ കുറച്ച് വലിയ കണ്ണ് ശ്രദ്ധിക്കും തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ അതിന്റെ കൺപീലി ഭയങ്കര കൺപീലി എന്റെയാണ്, കണ്ണ് വിഷ്ണുവിന്റെയാണ്. ഐശ്വര്യ കൺപീലി ഇത്ര എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്റെ മുഖത്ത് കണ്ണും കൺപീലിയും ഭംഗിയില്ലാത്തതാണ്. ഭംഗിയുള്ള മുഖത്തായിരുന്നെങ്കിൽ ഇത് വില ഉണ്ടായേനെ. ജൂക്ക് കാഴ്ചകൾ കാണണം, കാഴ്ച. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. നമ്മളിനി മെല്ലെ ഇറങ്ങുകയാണ്. ഇരുട്ടായി പുറത്ത്. യുവി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. തിരിഞ്ഞും മറിഞ്ഞും കമന്നും ചെരിഞ്ഞും ഒക്കെ ഇങ്ങനെ ലൈറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുക. ലുവി, ഗുഡാണ് ഈ സ്ഥലമൊക്കെ, നല്ലതാണോ? അങ്ങനെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് മീൻ വാങ്ങിച്ച് വീട്ടിൽ പോവാണ് അല്ലേ. പ്രദുവിനോടും ഗീതനോടും രാത്രി ചുമ്മാ ഒന്ന് വരണോന്ന് ചോദിച്ചു, പക്ഷെ പ്രദു എന്തൊക്കെയോ ജോലിയിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രദു പെട്ടെന്ന് വരുന്നില്ല എന്നാണ് ഇപ്പൊ കിട്ടിയ ന്യൂസ്. എനിക്ക് ഈ ശനിയാഴ്ച ഞാൻ കുറച്ച് ചോറും ഒരു ഗ്രില്ല് ചെയ്ത മീനും പിന്നെ ഒരു ക്യാരറ്റ് ബീൻസ് തോരനും എല്ലാ എണ്ണയൊക്കെ കുറച്ച് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. ചോറ് ഞാനും പോർഷൻ കൺട്രോളിലാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ചോറ്, ഇച്ചിരി ഇടിച്ചക്ക തോരൻ, പിന്നെ ഗ്രിൽ ഫിഷ്. അതെ. അപ്പൊ നമ്മൾ അത് തന്നെയാണ് കഴിക്കാൻ വേണ്ടി പോണേ. ഒരു 2 ആഴ്ചയൊക്കെ ഉണ്ട് ഒട്ടും ചോറ് കഴിക്കാതെ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കുറച്ചെന്തെങ്കിലും ചോറൊക്കെ ഞാൻ 3 ആഴ്ച വരെ ഓടി. അതെ, ഇച്ചിരി ചോറ് കഴിക്കണം, ഇച്ചിരി ചോറ്. നമ്മൾ വളരെ സേഫ് ആയിട്ട് 3 മണിക്കൂറായിട്ട് റോട്ടിലാണ്. വീണ്ടും വഴി തെറ്റി ഗൈസ്. കഴിഞ്ഞ ഒരു 3 മണിക്കൂറായിട്ട് ഒരു 20 മിനിറ്റിലെത്തണ്ട. എനിക്ക് ഇങ്ങനെ വഴി ഞാൻ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് തെറ്റിയിട്ടില്ല. ഈ മഴയും റോഡും റോഡിലെ മാർക്കിങ്ങും എല്ലാം കൂടെ അങ്ങോട്ട് സിസ്റ്റം അടിച്ച് പോലെ. കിഴക്കമ്പലത്തുനിന്നേ അടിമല്ല് പോയ പോലെ ആയിപ്പോയി. യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് എത്തി. നമ്മള് വന്നിട്ട് പാപ്പ കഴിച്ച് ഉറങ്ങാൻ വേണ്ടി പോവാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കുറുക്ക്. ഇതില് നവധാന്യങ്ങളും പിന്നെ പഴവും ചേർത്തിട്ടാട്ടോ അടിച്ചത്. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നതാണ്. അപ്പൊ അത് കഴിച്ചിട്ട് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങും. ഹലോ സ്റ്റീവ്. ഹലോ യുവി ഹലോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 പേരും കുളിച്ച്, സ്റ്റീവ് ശരിക്കും കുളിച്ചു, യുവി ഒരു ഹോട്ട് വാട്ടർ ടബിലോണ്ട് തുടക്കുകയൊക്കെ ചെയ്ത് 2 പേരും ഫ്രഷ് ആയിട്ടുണ്ട്. ഇവിടെ കിച്ചണിലാണ് നമ്മള് ഹോട്ട് വാട്ടർ എടുത്തിട്ട് യുവിനെ കുളിപ്പിച്ചത്. സ്റ്റീവ് മോള് പോയിട്ടാണ് കുളിച്ചത് അല്ലേ? യാ. അങ്ങനെ 2 ഗുഡ് ബോയ്സും ഇനി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇവന് നോക്ക്, ഇവന് എന്തൊക്കെയോ പറയാനുണ്ട് കണ്ടോ? എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങള് വീട്ടിലെ പ്രാരാബ്ദം പറയാനാ തോന്നണോ? എനിക്ക് സത്യം വിളിച്ച് പറയണമെന്ന്. അതെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഞാനും റോസും കൂടെ പോയിട്ട് ഇടിയപ്പം എഗ്മോളി ഉണ്ടാക്കട്ടെ കേട്ടോ. You also want to make? Yeah. Okay, let's do it together then. But always you can also make. No, he's too small to cook. Cake. Yeah. അപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിനി ഡിന്നർ ഉണ്ടാക്കട്ടെ. ഈ 2 ബോയ്സും എന്നൊരു കാര്യം പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ ഐശ്വര്യ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ ക്യാമറ അടയ്ക്കും. I'm going to make something. Okay. Yeah, let's do it together. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ കുറെയൊക്കെ ഓവറായിട്ട് കാലറീസ് കഴിക്കാതിരിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ പുറത്തൊക്കെ ആയത് കാരണം മുഴുവൻ നടന്നിട്ടില്ല. എന്താണത്? അപ്പൊ ഇനി ഞാൻ പോയിട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. നമ്മളിന്ന് ഇടിയപ്പാട്ടോ ഉണ്ടാക്കുന്ന. ഞാൻ എന്നെ തന്നെ പൊക്കി പറയില്ല, പക്ഷെ ഞാൻ ഇടിയപ്പം എക്സ്പെർട്ടാണ്. ഇനി ഇന്നത്തെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോ ശരിയാവില്ല. സാധാരണ ഉണ്ടാക്കുമ്പോ വലിയ തിരക്കേടില്ല. ഇന്നിപ്പോ ഇൻസ്റ്റന്റ് ഇടിയപ്പ പൊടി എന്നൊക്കെ കേട്ടോ.
ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന. ഞാൻ സാധാരണ ഇടിയപ്പം പൊടിയാണ് സ്റ്റീവിന് ഹെൽപ്പ് ചെയ്യണം. ഏത് ഇത് ഉണ്ടാക്കാനാണ് ഹെൽപ്പ് ചെയ്യണ്ടേ? എന്നാ ചെല്ല പോയി കുഴക്ക് സ്റ്റീവ്. റോസ്മോളുടെ അനിയൻ ഗിഫ്റ്റ് കൊടുത്ത ഇലക്ട്രിക് ഇടിയപ്പം മേക്കറാണ് ഇത്. വളരെ ഈസി കേട്ടോ. നമ്മളിവിടെ ഫോർവേഡും ബാക്ക്വേർഡും 2 ബട്ടണാണുള്ളത്. അപ്പൊ നമ്മൾ ഫോർവേഡ് ആക്കി കഴിഞ്ഞാൽ സ്റ്റോപ്പ് കട്ട്. അത് കട്ട് ചെയ്യാൻ ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാതെ പോയി. ഒരു സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നുമില്ല. ഇത് ഹൈ റെക്കമെൻഡ് ചെയ്യും കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒറ്റ പ്രശ്നം തോന്നിയാ എന്താ അറിയാ, ചെറിയ നൂല് കുറച്ചും കൂടെ ആണെങ്കിൽ എനിക്ക് കുറച്ച് ചെറിയ ഇടിയപ്പം ഇല്ല, അങ്ങനെ എനിക്കിഷ്ടം. നമ്മുടെ പ്രോപ്പർ നൂലപ്പമാണ്, നൂൽപുട്ട്. ഇടിയപ്പം റെഡിയായി, നമ്മുടെ എഗ് മൂളി റെഡിയായി, പിന്നെ ഒരു എന്തായിരുന്നു ഒരു വാട്ടർമെലൺ ജ്യൂസ് അതും റെഡിയായി. നമ്മളൊരു അജഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് ഗീതു, റോസ്, അൻഷിഫ, അമിയും കൂടെ ചേർന്ന്. ഇത് റോസിന്റെ പ്ലാനിങ് ബുക്കാണ് കേട്ടോ. ഇതിൽ ഓരോരോ ഓണം വിഷു എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ള പ്ലാനിങ് ആണ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കേണ്ടത്, നമ്മളിങ്ങനെ കുറച്ച് കോണ്ടിനെന്റൽ പിന്നെ കുറച്ച് ഇന്ത്യൻ, ശരിയാ, എന്നാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര 5 സ്റ്റാർ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നടക്കുമോ എന്നുള്ളത് അറിഞ്ഞൂടാ, ഒരൊറ്റ തള്ളാന്ന്. അപ്പൊ നടക്കുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ വെച്ചുകൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു വരുമ്പോഴേക്ക് ബ്രഞ്ചാക്കാം. അപ്പോൾ ഞാൻ ദോശ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. മിനി മസാല ദോശ, ഊത്തപ്പം, പൊടി ഇഡ്ലി എൻ്റെ വക. ബാഡ്മിന്റൺ കളിക്കുന്ന 2 ആൾക്കാർ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബാഡ്മിന്റൺ? നിർത്തിക്കില്ല, ഞാൻ മുട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നു, മുട്ട വാങ്ങിക്കോന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. വെറുതെ ഉള്ളൊരു ഡിന്നർ ആണെങ്കിലും പ്രസന്റേഷൻ നമ്മളൊട്ടും കുറക്കില്ലല്ലോ. നല്ല ഭംഗിയില്ലേ ടേബിൾ കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ എല്ലാവർക്കും നല്ലോണം വിശക്കൊന്നും ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കഴിപ്പൊക്കെ തീർന്നു. ഇത് റോസിന്റെ വക യുവിക്ക് വാങ്ങിയതാട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞോലോ. ഇതെന്തത്? ഓ, ഇതില് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ അകത്തിടാന്ന് അല്ലേ? ഇതില് ഫ്രൂട്ട്സ് പ്യൂരി ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. ഓ, കാണിച്ച എടോ അങ്ങനെയല്ല, ഇത് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഇത് തുറന്നിട്ട് ഇതിന്റെ അകത്തിടണം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലൊരു 6 സൈസ് ഉണ്ട് ഇതിന്റെ. അപ്പൊ അവന്റെ പ്രായം കൂടുന്ന ഇതനുസരിച്ച് മാറ്റാം. ഓക്കെ അല്ലേ? സെറ്റാ. താങ്ക് യു, വെൽക്കം. ഡിന്നർ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിട്ടോ. നമ്മുടെ ഫ്രണ്ടിന്റെ കാറ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതെടുത്തിട്ടാ വിഷു ഒന്ന് ജിമ്മ് പോയിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഇടയ്ക്ക് ഓടിക്കണല്ലോ, അവര് നാട്ടിൽ പോയിക്കാം. അപ്പൊ ഞാൻ ഈ വണ്ടിയിലാണ് തിരിച്ചു വന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഈ ഒരു ചെറിയ വീഡിയോ എനിക്ക് രാവിലെ ചുമ്മാ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹം തോന്നി എടുത്തൊരു വീഡിയോ ആയിരുന്നു. എന്തൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു, എന്റർടൈനിങ് ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.